കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവുക ആവാതിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ ഏത് പ്രഥമ സ്ഥാനത്തിരിക്കും. പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രം പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ മറുപടി ശശികല ടീച്ചർ പറഞ്ഞുതരും. കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയി കൂടെ അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവും അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴാൻ ലേശിക്കുന്നു. കാരണം ഈ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ സിരകളിൽ ഒഴുകുന്ന രക്തം പച്ച രക്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ മുഖ്യമന്ത്രി പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവരാരും ഇന്ത്യൻ പൗരന്മാരല്ല, പുറത്തുനിന്ന് വന്നവരാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആലോചിച്ച് നോക്കിയാൽ ഇക്കാലം അത്ര നമ്മൾ മുസ്ലിമീങ്ങൾ, ഇത് കുഞ്ഞാലിക്കുട്ടീനെ മാത്രം വെക്കുന്ന വെടിയല്ല, ഇത് മൊത്തത്തെ എല്ലാ മുസ്ലിമാരെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്. നമ്മളൊക്കെ പുറത്തുനിന്ന് വന്നവരാണ്, നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം പാകിസ്ഥാൻ്റെ രക്തമാണ്. പക്ഷേ ഞാനും നിങ്ങളും ആരെങ്കിലും ഇന്ന് വരെ, നമ്മുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ, നമുക്ക് പാകിസ്ഥാനുമായിട്ട് യാതൊരുവിധ ആഭിമുഖ്യമോ പാകിസ്ഥാനെ പുകഴ്ത്തി ഒരു വർത്താനവോ പാകിസ്ഥാൻ നല്ലതാണെന്ന് പോലും പറയും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ നാട്ടിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലും ഒരു ധ്രുവീകരണം വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പാകിസ്ഥാനെ, കാഞ്ചന മൊയ്തീനെ സ്നേഹിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ സ്നേഹിച്ചാലെന്നറിയോ? അത് വെറുതെ അങ്ങ് സ്നേഹിക്കുകയല്ല, സ്നേഹിക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയേ. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എൻ്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പം എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എൻ്റെ മനസ്സിൽ. ഇങ്ങനെ പാകിസ്ഥാനെ സ്നേഹിച്ച ഒരാൾ ലോകത്തുണ്ടാ? ഇവരുടെ ശരീരത്തല്ലേ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ രക്തം ഒഴുകുന്നത്? കാരണം വേദങ്ങൾ, അവരുടെ സ്മൃതികളും ശ്രുതികളും ഒക്കെ പിറന്ന നാടാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ ഇങ്ങനെ മുട്ടി നിൽക്കുക, എങ്ങോട്ട് പോകാൻ? പാകിസ്ഥാനിലേക്ക് പോകാൻ. അത്ര ഇഷ്ടം പാകിസ്ഥാന്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ സിരകളിൽ ഒഴുകുന്ന രക്തം ഇതാണെന്ന് പറയും. പിന്നെ പൊതുവെ ശശികല ടീച്ചർ പറഞ്ഞു വന്നൊരു ഒരു പറച്ചിലുണ്ട്. അതായത് നമ്മളൊന്നും ഇന്ത്യക്കാരെന്ന്. പിന്നെ ആരാണ് ഇന്ത്യക്കാർ? ശശികല ടീച്ചർ പറഞ്ഞ ആരാണ് ഇന്ത്യക്കാർ? നിങ്ങൾ ഇന്ത്യക്കാരിയാണോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ത്യക്കാരാണ്? ഇവിടെ ഒരുത്തരും ഇന്ത്യക്കാരനല്ല. അതാണ് പൊന്നാര ടീച്ചറെ, ഇന്ത്യക്കാരെന്ന് പറയാൻ ഇവിടെ ആർക്കും അവകാശമുള്ളത്? എല്ലാവരും ഇന്ത്യക്കാരാണ്. പക്ഷെ നമ്മൾ മാത്രമാണ് ഇന്ത്യക്കാരെന്ന് വാ തുറന്ന് പറഞ്ഞു പോകരുത്. ടീച്ചർ ഇന്ത്യക്കാരിയാണോ? എങ്ങനെ ഇന്ത്യക്കാരിയാവും? ആദ്യമേ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. പിന്നെ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്തുനിന്ന് വന്നവർ, പിന്നെ അതിനുശേഷം ഇറാനിൽ നിന്ന് വന്നവർ. ആര്യന്മാരെക്കുറിച്ച്, ആര്യന്മാർ എവിടെ നിന്ന് വന്നതാണ്? ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പം ഇവിടെ ഒരു ആധിപത്യം, അധിനിവേശം നടത്തി ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ജനത ഉണ്ടല്ലോ. ദശാബ്ദങ്ങൾക്കപ്പുറമുള്ള ശബ്ദം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് കേരളക്കാരനാണ്. അദ്ദേഹം പറയുന്നത് ഈ സെമിറ്റിക് മതങ്ങളിൽ കാണുന്ന നോഹയുടെ പ്രളയത്തിന് ശേഷം നോഹയുടെ മക്കൾ ഇന്ത്യയിലേക്ക് വന്നുവെന്നും സിന്ധു നദീതീരത്ത് ആര്യന്മാരുടെ ഉത്ഭവത്തിനേക്കാൾ 5000 വർഷങ്ങൾക്ക് ഒരു സംസ്കാരം രൂപപ്പെട്ടു എന്നും, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അംഗസ്നാനം ചെയ്യാൻ നേരത്ത് അവർ ഹൗലുണ്ടാക്കും, ഒരു നിർമ്മിതി, ഒരു കെട്ടിട നിർമ്മിതി. അതുപോലെ ചില സംഗതികൾ പരിവേഷണത്തിൽ സിന്ധു നദീ തീരത്ത് നടന്ന, ലാഹോറിൽ നടന്ന പരിവേഷണത്തിൽ കണ്ടെത്തിയെന്നൊക്കെ ദശാബ്ദങ്ങൾക്കപ്പുറമുള്ള ശബ്ദം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇന്ത്യക്കാരനാണ്, സഹോദര സമുദായത്തിൽപ്പെട്ടവനാണ്. എന്തിനേറെ പറയണം? ടീച്ചർക്കൊരു കാര്യം അറിയുമോ? ഈ സെമിറ്റിക് മതങ്ങളായ ക്രിസ്ത്യൻ, ജൂത, ഇസ്ലാമിക് മതങ്ങളിലൊക്കെ പറയുന്ന ചരിത്രമാണ് ഒന്നാമത്തെ മനുഷ്യൻ ആദമാണെന്നാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. ആ ആദം, ചരിത്രം പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ് 40 ഹജ്ജ് ചെയ്തത്. അപ്പോൾ 39 പ്രാവശ്യം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ആദം കൂടി നടന്നു പോയ മണ്ണാണിത്. എന്നിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് രസകരമായ ഒരു കൂട്ടുണ്ടെന്നറിയോ? ലോകത്ത് അറബി ഭാഷയിൽ മനുഷ്യനെ ഇൻസാൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ മെൻ എന്ന് പറയും. എന്നാൽ ലോകത്ത് മനുഷ്യനെ തൂ മേര ആദമി, മേര ആദമി, ആദമി എന്ന് പറയുന്ന പ്രയോഗം നടത്തുന്ന ഒരേ ഒരു ഭാഷ, ഒരേ ഒരു ആൾക്കാർ ഇന്ത്യക്കാരാണ്. നമ്മളാണല്ലോ ആദമി, തൂ മേര ആദമി, മേര ആദമി എന്ന് പറയുന്നത്. ആ ഭാഷയുടെ ഉത്ഭവം ആദമിൽ നിന്നാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്തിനേറെ പറയണം, ഇവിടെ അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു കൾച്ചർ ഉണ്ടായി എന്നതിന് എത്ര തെളിവുണ്ട്. ഇപ്പോൾ 12ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന അൽബിറൂനിയുടെ താരിഖ ഹിന്ദ് അവഗണിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ കഴിയുമോ? ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ കഴിയുമോ? താരിഖ ഹിന്ദിൽ അദ്ദേഹം പറയുന്നത് 12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പം ഇന്ത്യയിൽ വിഗ്രഹാരാധനക്ക് അതീതമായി ഏകദൈവ വിശ്വാസമാണ് നിലനിന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ റെഫറൻസ് ചോദിച്ച ഒന്നിന് പുറകെ ഒന്നായിട്ട് ഞാൻ തരാം. എന്തിനേറെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ അടയാളമാണ് ഗാന്ധിജിയുടെ അമ്മയായ പുത്ലിബായി. അവർ വിശ്വസിച്ച മതം ഏതായിരുന്നു? ഗുജറാത്തിൽ തന്നെ ആവിർഭവിച്ച പ്രാണ എന്ന മതത്തിന്റെ അനുയായിയായിരുന്നു. പ്രാണ എന്ന് പറയുന്ന മതത്തിൽ വിഗ്രഹാരാധനയില്ല. എന്തിനേറെ പറയണം, ഹിന്ദു ദർശനത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആശയധാരയാണ് ആര്യസമാജക്കാർ. ആര്യസമാജക്കാർ വിഗ്രഹങ്ങളെ ആരാധിക്കാറുണ്ടോ? എന്തിനേറെ ഇന്നിപ്പോൾ നിലവിലുള്ള ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന സൊസൈറ്റി, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാറുണ്ടോ?
അപ്പോൾ വിഗ്രഹാരാധനയ്ക്ക് അതീതമായി ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ദൈവ കോൺസെപ്റ്റ് ഏത് മതങ്ങളുടെ? സെമിറ്റിക് മതങ്ങളുടെ. ടീച്ചർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര തന്നെ ഹൈന്ദവന് ഇന്ത്യൻ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുമോ അത്ര തന്നെ മുസൽമാനും അവകാശപ്പെടാൻ പറ്റും. അതുകൊണ്ട് ടീച്ചറെ, ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ പഠിപ്പിക്കും. A മുതൽ Z വരെ ഞങ്ങൾ ചരിത്രങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ കുട്ടികളുടെ തലയിലേക്ക്, തലച്ചോറിലേക്ക്, സെല്ലുകളിലേക്ക് നിങ്ങൾ വർഗീയത കുത്തിവെക്കുമ്പം ഇന്ത്യക്കാരാണെന്നും ഇന്ത്യയുടെ ദേശബോധം, യഥാർത്ഥ ദേശബോധം എന്താണെന്നും ദേശീയ ബോധം എന്താണെന്നും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കും. ടീച്ചർ അങ്ങനെ പറഞ്ഞ് സ്റ്റാറാങ്ങാന്ന് വിചാരിക്കേണ്ട. ടീച്ചർ നിങ്ങളെപ്പോലുള്ള ഒരാളും ഇന്ത്യക്കാരെയാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യക്ക് എല്ലാ കാലത്തും ഇന്ത്യക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നു. ആ ശത്രുക്കളുടെ ബ്ലഡാണ് നിങ്ങളുടെ ശിരസിലൂടെ ഒഴുകുന്നത്. എന്തുകൊണ്ട് അത് പറയാൻ കാരണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആര് പങ്കെടുത്തിരുന്നു? മക്കയിൽ ജനിച്ച ആളാണ് ബഹുമാനപ്പെട്ട അബുൽ കലാം ആസാദ്. അറബ് ദേശത്ത് ജനിച്ച ആൾ. ഉമ്മാടെ വീട് അവിടെയാണ്, വാപ്പാടെ വീട് ബംഗാളിലും. ആ മനുഷ്യൻ ഇവിടെ കടന്നു വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയുടെ റൈറ്റായിട്ട് പ്രവർത്തിച്ചു. അലി സഹോദരങ്ങൾ പ്രവർത്തിച്ചു, സക്കീർ ഹുസൈൻ പ്രവർത്തിച്ചു, ഹസ്രത്ത് മഹൽ എന്ന് പറഞ്ഞ വനിത, മുസ്ലിം വനിത ഇവിടെ പ്രവർത്തിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, എത്ര സംഘപരിവാറുകാരനകത്തുണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്ത് രാജ്യസ്നേഹം, നിങ്ങൾക്ക് എന്ത് രാജ്യസ്നേഹം പറയാൻ അവകാശമുണ്ട്? നിങ്ങൾ ഞങ്ങളുടെ ബ്ലഡ് നോക്കിയെടുക്കുക പോകാനായിട്ട്. ടീച്ചറെ, എങ്ങനെയാണ് മുഹമ്മദ് ഘോറി ഹൈബറിന്റെ മലനിരകൾ താണ്ടി ഇന്ത്യയിലേക്ക് വന്നത്? വെറുതെ അങ്ങനെ വന്നതല്ല. പൃഥ്വിരാജ് ചൗഹാനുമായി ആദ്യത്തെ യുദ്ധത്തിൽ മുഹമ്മദ് ഘോറി തോറ്റെങ്കിലും പിന്നീട് എങ്ങനെയാണ് പൃഥ്വിരാജ് ചൗഹാൻ തോൽക്കുന്നത്, എങ്ങനെയാണ് കൊല ചെയ്യപ്പെടുന്നത്? അന്ന് കനോജ് ഭരിച്ചിരുന്ന രാജാവ് മുസ്ലിം അല്ല കേട്ടാ, അദ്ദേഹമാണ് പൃഥ്വിരാജ് ചൗഹാനെ കൊല്ലാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി മുഹമ്മദ് ഘോറിക്ക് കൊടുത്തത്. പണ്ടും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യ അധിനിവേശം നടത്തുന്നത്, ഇന്ത്യൻ ഭരിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറയപ്പെട്ട നിങ്ങൾ മഹാന്മാരായിട്ട് കാണുന്ന ആളുകളെല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു പിണം കിട്ടാൻ വേണ്ടി ഈ പറയപ്പെട്ട മുഴുവൻ തമ്പുരാക്കന്മാരുടെ കാല് നക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാല് നക്കാത്ത ഒരാൾ പോലും ഇല്ല. ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ ആവേശം കൊള്ളുന്ന പല ആളുകളും പല സ്ഥലത്തെയും കപ്പം പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ബ്രിട്ടീഷ് കമ്പനികൾക്കെതിരായത്. അതുവരെ സാധുക്കളായ പാവങ്ങളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കപ്പം പിരിക്കാനുള്ള അവകാശങ്ങളെ അനുവദിച്ചു കൊടുത്തപ്പോൾ ഈ തമ്പ്രാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാർ ഒപ്പമായിരുന്നു. പിന്നെയാണ് തിരിഞ്ഞത്. അതിൽ പ്രബലരായ പല വ്യക്തികളെ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അന്ന് ഈ ചൂഷണങ്ങൾക്കെതിരെ സംസാരിച്ച ഒരാളുടെ പേരാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി എന്ന് പറയും. വെളിയങ്കോട് ഉമർ ഖാദി. ചരിത്രത്തിൽ മറക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യം മുസൽമാൻ ഇല്ല. ഈ സമീപകാലത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ ഒറ്റിക്കൊടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. അവരിവിടെ വന്നിട്ട് പല BJP നേതാക്കന്മാരുമായിട്ടും ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തല്ലോ. അവരുടെ ശിരസിലൂടെ ഒഴുകുന്ന രക്തം ഏതാണെന്ന് ശശികല ടീച്ചർക്ക് അറിയത്തില്ലെങ്കിൽ അത് പഠിപ്പിച്ചു തറും.